തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും തൊഴിലാളികൾക്കുള്ള വേതനം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് INTC ആലത്തൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കിണ്ടിമുക്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി KC പ്രീത് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് ഒരു വ്യക്തിക്ക് തൊഴിൽ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഏതൊരു പഞ്ചായത്ത് ഓഫീസിൽ കൊടുത്താലും ഉടൻ തന്നെ ജോലി കൊടുക്കണമെന്നുള്ള വിപ്ലവകരമായ നിയമം ഈ രാജ്യത്ത് നിർമ്മിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിലൂടെ ഈ രാജ്യത്ത് കോടിക്കണക്കായ വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടെ 100 ദിവസം തൊഴിൽ, മിനിമം 100 ദിവസമെങ്കിലും തൊഴിൽ കൊടുക്കണമെന്ന നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കി. ഒരു ആവശ്യം ഒരു തൊഴിലാളി ഉന്നയിച്ചു കഴിഞ്ഞാൽ 14 ദിവസത്തിനകം തൊഴിൽ കൊടുക്കണമെന്നാണ് ഈ രാജ്യത്ത് നിയമം ഉള്ളത്. ഇന്ന് 100 ദിവസം പോയി. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് 52 തൊഴിൽ ദിനങ്ങളാണ് ഇവിടെ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 54 തൊഴിൽ ദിനങ്ങൾ. 100 ദിവസം തൊഴിൽ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ 54 തൊഴിൽ ദിനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതൊക്കെ തന്നെ ഇപ്പോൾ ഈ ഗവൺമെന്റ്, BJPയുടെ ഗവൺമെന്റ് ഇവിടെ ഈ നിയമനിർമ്മാണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇവിടെ ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് ഇവിടെ അവർക്ക് സൗകര്യമായി ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവിടെ മുന്നോട്ട് പോകുന്നു. ആലത്തൂർ റീജിയണൽ പ്രസിഡന്റ് S. സുബൈർ അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ തൃപ്പാളൂർ ശശി, പുല്ലൂപ്പാറ രാമകൃഷ്ണൻ, KV കണ്ണൻ, V. കനകാംബരൻ, A. ആണ്ടിയപ്പൂ, പള്ളത്ത് സോമൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.